ഇവിടെ ചെറിയ സൈസാണ് അത്യാവശ്യം കഴിക്കാതിരിക്കുന്ന ഓക്കെ ടൈപ്പാണ്. HDMI, USB 1, USB 2 രണ്ട് USB ഉണ്ടല്ലേ? രണ്ട് USB ഉണ്ട്. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോഴും സാത്കോ സ്റ്റോറിലാണുള്ളത്. നമ്മുടെ രതീഷ് ബ്രോയുടെ ഇവിടെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് സാത്കോയുടെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച്, അതായത് ഒരു 7000 റേഞ്ചിൽ വരുന്ന ഒരു പ്രൊജക്ടറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. സാത്കോയുടെ ഈ വന്നൊരു മോഡലാണ്, ഒരു ബേസിക് പ്രൊജക്ടറാണ്, ഒരു 350 ആൻസ് ലൂമിൻസിൽ വരുന്ന ഒരു പ്രൊജക്ടറാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ, ഇതിൻ്റെ അൺബോക്സിംഗ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രതീഷ് ബ്രോഡ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിശേഷം? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈവ്, അതെ, എങ്ങനെ ഡീറ്റെയിൽസ്? ഈവ് 350 ആൻസി ലൂമൻസ് വരുന്ന ബേസിക് പ്രൊജക്ടറാണ്. ഓക്കെ, അതിനകത്ത് ഫുൾ HD എന്ന് പറയുന്നുണ്ട്. ഫുൾ HD സപ്പോർട്ടാണ്. നേറ്റീവ് 720p ആണ്. 720p ആണ് അതിന്റെ നേറ്റീവ് റെസൊല്യൂഷൻ. ഫുൾ HD സപ്പോർട്ട് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ചെറിയ മോഡലാണെങ്കിൽ ഇലക്ട്രോണിക് ഫോക്കസും ഇലക്ട്രോണിക് കീസ്റ്റോൺ കറക്ഷൻ ഒക്കെ വരുന്നുണ്ട്. അതായത് ഇതാണ് അതിന്റെ പാക്കിംഗ് വരുന്നത്. ബേസിക് പ്രൊജക്ടർ. ആൻഡ്രോയിഡ് ഒന്നും വരുന്നില്ല, നോർമൽ സാധാ പ്രൊജക്ടർ ആണ്. ഓക്കെ, കൂടെ വരുന്ന റിമോട്ട്, അതിന്റെ പവർ കേബിള്, നമ്മുടെ AV കോഡ്. പ്രൊജക്ടർ ചെറിയ സൈസാണ് അത്യാവശ്യം കഴിക്കാതിരിക്കുന്ന ഓക്കെ ടൈപ്പാണ്. പിന്നെ കണക്ടിവിറ്റീസ് എന്തൊക്കെ വരുന്നത്? കണക്ടിവിറ്റീസ് ഇത് നമ്മുടെ ഓഡിയോ, HDMI, USB 1, USB 2 രണ്ട് USB ഉണ്ടല്ലേ? രണ്ട് USB ഉണ്ട്. ഓക്കെ, പവറിന്റെ വരുന്നുണ്ട്. വേറെ നമ്മുടെ ഈ ഫോക്കസ് ഒക്കെ മാനുവൽ അല്ലേ? ഫോക്കസും ഇതെല്ലാം മാനുവൽ അല്ല, ഇലക്ട്രോണിക് ആണ്. ഇലക്ട്രോണിക് ഫോക്കസ് ആണ്. ഇലക്ട്രോണിക് ഫോക്കസ് ആണ്. ഓക്കെ ഓക്കെ, ശരി, അപ്പം ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊജക്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താണ് ഹോം പേജ് ഇതാണ് വരുന്നത്. ഇതെങ്ങനെയാണ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? ഇതിനകത്ത് ഇത് ഹോം പേജ്. നമ്മൾ പ്രൊജക്ടർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് വരുന്നത്. ഓക്കെ, സിനിമ നമ്മൾ USB കൊടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടന്റ് ഒക്കെ സിനിമ എന്ന് പറയുന്ന അതിനകത്ത് നിൽക്കും. ഓക്കെ, മ്യൂസിക്, ഫോട്ടോസ്. ഓക്കെ, ഇൻബിൽറ്റ് പ്ലെയർ ആണ് വരുന്നത് അല്ലേ? ഇൻബിൽറ്റ് പ്ലെയർ ആണ് വരുന്നത്. പിന്നെ സെറ്റിംഗ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് പെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് പിക്ചർ സെറ്റിംഗ്സ് ആണ്. ഇതിനകത്ത് പിക്ചറിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന മോഡ്സ് ഉണ്ട്. നമുക്കിപ്പം സ്റ്റാൻഡേർഡിലാണ് കിടക്കുന്നത്. ഡൈനാമിക്, അങ്ങനെ ഓരോ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം മറ്റേ മോഡൽസിലൊന്നും ആസ്ട്ര ഒഴികെ നമ്മുടെ ഈ മോഡൽസിലൊന്നും ഈ ഒരു ഫെസിലിറ്റി ഇല്ല. നമ്മൾ HDMI എന്തെങ്കിലും കൊടുത്താലേ വരത്തുള്ളായിരുന്നുള്ളൂ. പിന്നെ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നോയ്സ് റിഡക്ഷൻ, ടെമ്പറേച്ചർ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സൗണ്ടിന്റെ ആണ്. സൗണ്ട് അതുപോലെ തന്നെ മോഡ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ മൂവി, അങ്ങനെ ഓരോ മോഡ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ബാസും ട്രബിളും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് സൗണ്ട്. ഇതാണ് അതിന്റെ ബാക്കി സെറ്റിംഗ്സ്. ആസ്പെക്ട് റേഷ്യോ 16:9 സെറ്റ് കിടക്കുന്നത്. പിന്നെ പ്രൊജക്ഷൻ മോഡ്, നമ്മുടെ സീലിംഗിൽ മൗണ്ട് ചെയ്യണമെങ്കിൽ ഈ മോഡ് മാറ്റിക്കാൻ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പൊസിഷൻ ചെയ്യണം, സീലിംഗിൽ മൗണ്ട് ചെയ്യണോ അല്ലെങ്കിൽ റിയർ പൊസിഷനിലാണോ യൂസ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് മാറും. പിന്നെ വരുന്ന പ്രൊജക്ഷൻ സൂം. ഇപ്പം ഈ ഡിസ്റ്റൻസിൽ 100% സൂം ആണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം, കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അതുപോലെ തന്നെ 100-ലാക്കി വെക്കാനും പറ്റും. പിന്നെ കീസ്റ്റോൺ കറക്ഷൻ ഉള്ളത്. അത് നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടലും കറക്റ്റ് ചെയ്യാം. അത് റിമോട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. മാനുവൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. എല്ലാ റിമോട്ടാണ്. ഓൺ ഓഫ് പവർ സ്വിച്ച് മാത്രമേ ഇതിനകത്ത് മാനുവലി വരുന്നുള്ളൂ. ബാക്കി എല്ലാം റിമോട്ടിലാണ് ഉള്ളത്. എല്ലാ കൺട്രോളും റിമോട്ടിലാണ്. പവർ ഓൺ, പവർ ഓഫ് മാത്രം നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റും. ശരി ശരി. അപ്പോൾ നമ്മൾ ഈവിൽ നമ്മളൊരു ഫയർ സ്റ്റിക്ക് കണക്ട് ചെയ്ത് നമ്മളൊരു വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാണുന്നൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബേസിക് പ്രൊജക്ടറിൻ്റെ ജസ്റ്റ് മേളിലൊരു 7000 റേഞ്ചിലുള്ള പ്രൊജക്ടറാണ്. ഓക്കെ, അപ്പം ഈ ഒരു അത്യാവശ്യം ഒരു മിനിമം ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു അത്യാവശ്യം ഒരു സിനിമ കാണാം, ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു 350 ആൻസി ലൂമൻസ് വരുന്ന ഒരു പ്രൊജക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് സിനിമ കാണാനുള്ള ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പം
ഈ പ്രൊജക്ടർ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് പ്രൊജക്ടർ സർവീസ് ഉണ്ടെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യുന്നത്, അവർക്കായുള്ള ഒരു സർവീസ് ചെയ്യുന്നുണ്ട് പ്രൊജക്ടർ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ